അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി ബി.ജെ.പി. ഇതുവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 267 സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി. പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണ്. രാജ് താക്കറെ നയിക്കുന്ന മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ എൻ.ഡി.എ പ്രവേശനത്തിലും ഉടൻ തീരുമാനമുണ്ടാകും. ബീഹാറിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് എൻ.ഡി.എ നേതാക്കൾ നടത്തിയത്. ബി.ജെ.പി 17 സീറ്റിലും ജെ.ഡി.യു 16 സീറ്റിലും, ചിരാഗ് പസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി 5 സീറ്റിലും, ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയും മുൻ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയും ഓരോ സീറ്റിൽ വീതവും മത്സരിക്കുന്നതിനാണ് ധാരണയായത്. അതേസമയം സീറ്റ് വിഭജനത്തിൽ അവഗണിക്കപ്പെട്ട കേന്ദ്രമന്ത്രി പശുപതി പരസ് നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി വിഭാഗം പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുമായി ചർച്ച നടത്തുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ മരിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം രൂപം നൽകിയ ലോക് ജനശക്തി പാർട്ടി പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെയും സഹോദരൻ പശുപതി പരസിന്റെയും നേതൃത്വത്തിൽ രണ്ടായി പിളർന്നത്. മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും സ്ഥാനാർത്ഥി ചർച്ചകളും ബി.ജെ.പി. നടത്തുകയാണ്. മഹാരാഷ്ട്രയിൽ 2 സീറ്റ് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി രാംദാസ് അത്വാലെയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ബി.ജെ.പി. തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ രാജ് താക്കറെയുടെ എം.എൻ.എസിന് 1 സീറ്റ് നൽകിയേക്കും. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ റായ്ബറേലി മണ്ഡലത്തിലേക്ക് ബി.ജെ.പി. ചാനൽ ചർച്ചയ്ക്കിടയിൽ നബി വിരുദ്ധ പരാമർശം നടത്തിയതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നുപൂർ ശർമ്മയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതായാണ് വിവരം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.